ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻസ് കിച്ചൺ. എല്ലാവർക്കും ട്വിൻസ് കിച്ചൻ്റെ ക്രിസ്മസ് ദിനാശംസകൾ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിക്കൊണ്ട് നമുക്ക് നല്ല ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി കളയാം അല്ലേ. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ നല്ല നാടൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 3 സവാള അരിഞ്ഞത്, 3-4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും, കുറച്ച് പച്ചമുളകും, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച്, അതായത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ചിക്കൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യണം. ഒന്നുകിൽ നമ്മൾ ഗരം മസാല പൊടി ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഇപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം പട്ട, തക്കോലം, ഒരു 3 ഏലക്ക, 2-3 കറിയാമ്പു ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി. ചിക്കന് ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്, എന്നാൽ ഒരു 1/4 ഗ്ലാസ് വേണ്ട, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുക്കർ ഒരു 3 വിസിൽ അടിക്കുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. 1 പൊട്ടറ്റോ, 1 ക്യാരറ്റ്, ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു തേങ്ങ ചിരവി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് 1-ാം പാലും 2-ാം പാലും കൂടെ എടുത്ത് മാറ്റി വെക്കണം. ഇനി നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കാണും. ആ ചിക്കൻ്റെ വേവിച്ച അതേ കുക്കറിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചേർത്ത് കൊടുത്താണ്. കുറച്ചും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല ഫ്ലേവറിന് വേണ്ടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ഓൾറെഡി വട്ടത്തിൽ അരിഞ്ഞു കൊടുത്തായിരുന്നു. ഇതിലേക്ക് 2 കഷ്ണം നടുവേ കീറിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി വെക്കണം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അതും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പാൽ, 2-ാം പാലാണ് ആദ്യം നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 1.5-2 കപ്പോളം നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം ആ ചിക്കനിലേക്കും എല്ലാം ഒന്ന് പിടിക്കുന്നവരൊന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വരണം. അത് അത്യാവശ്യം തിളച്ച് വരണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് 1-ാം പാലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് തിളപ്പിക്കരുത്, അത്യാവശ്യം ഒന്ന് കുറുക്കി ഇനി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത്, ഒരു ചീനിച്ചട്ടി എടുത്ത് കുറച്ച് നെയ്യ് മൂപ്പിച്ച് അതിലേക്ക് കിസ്മിസോ അണ്ടിപ്പരിപ്പോ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്താൽ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.